അവനവിടെ ഗോപി മോളിലുണ്ട്. വിളിക്കേ. ഗോപി, ദാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 10,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നീയേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വിറ്റ് കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ. എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 റുപ്യയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല. ചെറിയച്ചിയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ആട്ടെ, എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല. ഒരു 3,000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപേ, നാളെ ഒരു 3,000 റുപ്യ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേക്ക്. ശരി. കൊറേ നേരമായല്ലോ നീ ഇരിപ്പടങ്ങിട്ട്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല അടുത്തേമേ. 25,000 റുപ്യക്ക് 20 പവനും നാളെ സന്ധ്യക്കും ഉണ്ടാക്കണം. ചെന്ന് കാല് പിടിച്ച് നോക്കി. ആ തള്ള ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്താ പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ. ഏട്ടന് എത്ര ഉപദേശിച്ചാ നിന്നെ? ഒക്കെ ശരി തന്നെ. എടുത്ത കാര്യം ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക എന്നെന്ന തീരുമാനം. എങ്ങനെ? നിന്നെ കൊണ്ട് കൂട്ടെ കൊണ്ടതിനപ്പുറത്തല്ലേ? ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ടൊരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളൂ ഗോപി, ഏട്ടനറിയണ്ട. വേണമെങ്കിൽ ചിന്തുമോളുടെ മാലയും കൂടി ഊരാം. അത്രയെങ്കിലും ആയില്ലോ. വേണ്ട ഇടത്തെ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലോ. ഏട്ടൻ വരട്ടെ. ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി, ഏട്ടൻ കാശുണ്ടാക്കാനെന്ന് എവിടെയൊക്കെ തെണ്ടി? അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്. പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം. ഈ വീടും പറമ്പും ഒന്ന് പണയം വെച്ച്. കൊള്ളാം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാലോ ഗോവിന്ദമേനോന്റെ മക്കൾ വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഇടയുണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം. എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം.
മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ആ ഇവിടെ തന്നെ. വെയിറ്റ് ചെയ്യട്ടോ, വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടി കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ അതങ്ങൾ കൊടുക്ക്. ദാ അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടൂ. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ ചന്തയ്ക്കും 27 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കും ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ട്. ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോട് എന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്? ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നോ എന്റെ മറ്റവൻ ഇത്രയും പണ്ടോ പോണം?